ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ട് മയങ്ങിപ്പോവാറുണ്ട്. നമ്മൾ ലഹരി എന്ന് പറയുമ്പം ഒരുപാട് ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. പക്ഷേ ജീവിതത്തിൽ പലർക്കും നമുക്ക് പല ഘട്ടങ്ങളിലും പലതും ലഹരിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ ചിലപ്പോ സമ്പത്ത് ലഹരിയാവാം. നമ്മളിപ്പോ അടുത്ത കാലത്തൊക്കെ ഇല്ല, പഴയ വസ്തുക്കളൊക്കെ കാണുമ്പോൾ, നമ്മുടെ എന്താ പറയുക, പുരാവസ്തു ശേഖരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് ഒരുപാട് വാങ്ങിച്ചു കൂട്ടണം എന്ന് തോന്നും. അത് ചിലപ്പം അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മയങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് കൂടെ സംഗീതമാണ്. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് സംഗീതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സംഗീതത്തിൽ മയങ്ങിപ്പോവാതെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് സംഗീതമേ ജീവിതം പറയാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു കാര്യത്തിലും മയങ്ങിപ്പോവാതിരിക്കുക, അതേസമയം നമ്മൾ എന്താ പറയുക, ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു ബോധം അത് നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ ഈ ആസക്തി അല്ലെങ്കിൽ ലഹരി എന്നുള്ള പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിര് കവിഞ്ഞ് നമ്മൾ അതിൽ മുഴുകുകയും അതോടൊപ്പം നമുക്ക് നമ്മുടെ പരിസര ബോധം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. രാത്രിയാണെങ്കിൽ പകല് വരും, കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാവും, കറുപ്പാണെങ്കിൽ അത് വെളുപ്പ് വരും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയതിനെ കുറിച്ചും ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചുമുള്ള ഒരു ബോധം, അത്തരം ഒരു ബോധമാണ് നമ്മൾ ഒന്നിലും മയങ്ങിപ്പോവാതെ അതേസമയത്ത് എല്ലാറ്റിനെയും ആസ്വദിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. നമ്മളെ പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ആ ഒരു അട്രാക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് പലപ്പോഴും നമ്മൾ പറയും അധികാരം മത്ത് പിടിപ്പിക്കാം, സമ്പത്ത് നമ്മളെ നമ്മുടെ സമചിത്തത ഇല്ലാതാക്കാം, ചിലപ്പോൾ സൗന്ദര്യം നമ്മളെ മത്ത് പിടിപ്പിച്ചേക്കാം. ഇങ്ങനെ ഒരു പല രീതിയിലാണ് ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും ചിലപ്പോഴും നമ്മുടെ ജീവിത വീക്ഷണത്തെ തന്നെയും അത് സ്വാധീനിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് കുറേയൊക്കെ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ വായിച്ചുകൊണ്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ചിന്തയെയും നമ്മുടെ നാഡി ഞരമ്പുകളുടെയും നമ്മളെ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല നമ്മളെ സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന, ദുസ്വാധീനം ചെലുത്തുന്ന ചില ലഹരികളുണ്ട്. ഫാസിസ് പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ലഹരിയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പോ പ്രണയത്തിന്റെ ലഹരി, പലപ്പോഴും നമ്മുടെ പാട്ടുകൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പ്രണയ ലഹരികളിലേക്കാണ്. പ്രത്യേകിച്ചും ബിജു തിരുമലയുടെയും യൂസഫ് അലി കച്ചേരിയുടെയൊക്കെയുള്ള പാട്ടുകളിലെ വളരെ ചടുലമായ വാക്കുകളും താളങ്ങളും ഒക്കെ യുവതലമുറയുടെ എന്നത്തെയും ഗൃഹാതുരതയാണ്, ഒരു ലഹരിയാണ് വാക്കുകളുടെ ലഹരി. അതുപോലെ ഔദ്യോഗികതയില് ലഹരി കണ്ടെത്തുന്ന വർക്കഹോളിക്സ്, മഴ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും മഴ എന്നും എല്ലാവർക്കും ഒരു ലഹരിയാണ്. മഴയുടെ ലഹരിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മിടുക്കനായ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേരളത്തിന്. അപ്പൊ ഈ അടുത്ത കാലത്ത് സെൽഫി ഒരു ലഹരിയാണ്, മൊബൈൽ ഫോണുകൾ ലഹരിയാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഇവിടുത്തെ വലിയ മഴയില് മറീന ബീച്ചില് പോലീസ് വാഹനങ്ങളിൽ തുടർച്ചയായിട്ട് വന്ന അനൗൺസ്മെന്റ് ആരും കടൽക്കരയിൽ സെൽഫി എടുക്കാൻ ശ്രമിക്കരുതെന്നുള്ളതായിരുന്നു. ഈ ലഹരികളൊക്കെ എനിക്ക് തോന്നുന്നു ലഹരിയുടെ ഒരു അതിപ്രസരം, ആവേശത്തിന്റെ അഭിനിവേശത്തിന്റെ ഒരു അതിപ്രസരം പോയി പ്രതികൂലമായി ശരീരത്തെയും നമ്മുടെ ആരോഗ്യാവസ്ഥകളെയും വീടിനെയും നാടിനെയും രാഷ്ട്രത്തെയൊക്കെ ബാധിക്കുമ്പോഴാണ് ലോകാരോഗ്യ സംഘടന ഒരു രോഗമായും എന്നാൽ നമ്മുടെ സമൂഹം ഇന്നും ദുശീലമായിട്ടും പറയുന്ന ലഹരി എന്ന മറുവശത്തെ ലഹരിയുടെ പ്രസക്തി എന്ന് തോന്നുന്നു അല്ലേ? അതെന്താ ആസീസ് അത് പറയാം? അതെ, അല്ലാതെ തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ വ്യക്തികൾക്ക് ഉണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പരാജയങ്ങളും അത് സമൂഹത്തിന്റെ പരാജയമായിട്ടാണ് വളരെ പെട്ടെന്ന് മാറുക. കാരണം വ്യക്തികളിൽ നിന്നത് കുടുംബത്തിലേക്ക് വരും. കുടുംബത്തിന് പോറൽ സംഭവിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ മറ്റ് ലഹരികളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെയൊക്കെ മാറ്റാം. പക്ഷെ ബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ലഹരികളിലേക്ക് നമ്മൾ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് ആണ് നമുക്ക് ഇനി വളരെ
വിശദമായിട്ട് പറഞ്ഞു തരാൻ ഒരു വിശിഷ്ട അതിഥി നമ്മളെ കൂടെ ചേരുന്നുണ്ട്. കാരണം ഓരോ ആളുകൾക്കും കഴിവുണ്ട്. നമുക്ക് പാടാൻ കഴിവുണ്ടാവും, സംസാരിക്കാൻ കഴിവുണ്ടാവും, മറ്റു കഴിവ്. ആ കഴിവുകളൊക്കെ സമൂഹത്തിന് വേണ്ടിയും കൂടെ കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു സേവനമായിട്ട് മാറുന്നത്. അപ്പം അത്തരം ഒരു സേവനത്തിലൂടെ വിമുക്തി മിഷൻ എന്നും പറഞ്ഞിട്ട് ഈ ലഹരിക്കെതിരെ കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുണ്ട്. അതിന്റെ ഫാക്കൽറ്റി ആയിട്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 2000-ലധികം വേദികളിൽ ക്ലാസ് എടുക്കുകയും, പക്ഷെ അദ്ദേഹം ഇപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ്, പക്ഷെ അവിടെയും അദ്ദേഹം ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം വളരെ സ്നേഹത്തോടെ, എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റൽ ഔപചാരികതയൊന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടു കൂടി ഈ സംഗീതമയ ജീവിതത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹം നല്ലൊരു സംഗീത ആസ്വാദകനും കൂടിയാണ്, ശ്രീ കെ സമീർ. താങ്കൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് താങ്കൾ തന്നെ ഇതിൽ വരണം എന്ന് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. സംഗീതമേ പരിപാടി അതൊരു കുടുംബ ഒരു മേള അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതിയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളും മക്കളും അമ്മയും അച്ഛനൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിൽ ഒന്നിച്ചിരുന്നുള്ള ആ പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് സംഗീതമയ ജീവിതത്തിലൂടെ പുതുതലമുറയ്ക്ക് പകർന്നു വെക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. അസീസ് സാർ സൂചിപ്പിച്ചതുപോലെ അതിമനോഹരമായ മഴയത്ത് നമ്മുടെ ബാല്യ കൗമാരങ്ങളൊക്കെ മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകൾ എന്നും കുളിരണിയിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം അതും ഒരു ലഹരി തന്നെയാണ്. ഇതില് നമുക്ക് മുക്തി എന്ന് ഒരുപാട് വാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ വിമുക്തി എന്നുള്ള വാക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ തുടക്കത്തിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് ഈ വിമുക്തി മിഷൻ ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത് കേരളത്തിൽ നടത്തുന്നത്? പറഞ്ഞതുപോലെ മുക്തി എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അതിന്റെ അർത്ഥം. വിമുക്തി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഘട്ടം ഘട്ടമായി ഒരാളെ മോചനത്തിലേക്ക് കൊണ്ടുവരാനുള്ള മിഷൻ. 2016 സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് മദ്യവർജനത്തിന് ഊന്നൽ നൽകുകയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പാടെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നാളത്തെ ഭാവി തലമുറയെ യഥാർത്ഥ ദിശയിലേക്ക് നയിക്കുക, നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന വലിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കുടുംബശ്രീ, കോളേജുകള്, ക്യാമ്പസുകള്, വിദ്യാലയങ്ങള് തുടങ്ങി സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ സ്പന്ദനമറിയുന്ന ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ നല്ല നല്ല ചിന്തകളും നല്ല നല്ല ചിന്താധാരകളും ഉയർത്തിക്കൊണ്ടുവന്ന് അച്ഛൻ, അമ്മ, കുടുംബം ഇതിനൊക്കെ വളരെയേറെ പ്രാധാന്യം ചെറിയ മനസ്സിലേക്ക് ഓർത്തിണക്കിക്കൊണ്ട് അവന്റെ ചിന്തകളെയും അവന്റെ പാതകളെയും യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വളരെ വളരെ വ്യക്തം. കാരണം ഇത്തരം ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു മിഷൻ തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റും സമൂഹമൊക്കെ നിർബന്ധിതമായി എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്.